ആ വാക്യത്തിലേക്കും ആ കർത്തവ്യത്തിലേക്കും കടക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ദയവായിട്ട് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്തൃദാസന്മാർ അത് ഭംഗിയായി ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. മതി മതി, ബാക്കി അങ്ങ് മുന്നോട്ട് പോവുകയാണ് ആ വാക്യം. അതുകൊണ്ട് അവിടെ ഒന്ന് തൽക്കാലം നിർത്താം. വേണ്ടി വന്നാൽ താഴേക്ക് വായിക്കാൻ സമയവും സന്ദർഭവും അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. 3-ാമത്തെ വാക്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വാക്യമാണത്. തന്നെയല്ല, എബ്രായ ലേഖനത്തിനൊരു വലിയ പ്രൗഢമായ പശ്ചാത്തലമുണ്ട്. എബ്രായ ലേഖനത്തിന് നല്ല വേദപുസ്തകത്തിൽ എല്ലാ പുസ്തകങ്ങൾക്കും എല്ലാ ലേഖനങ്ങൾക്കും പ്രത്യേകാൽ അതിൻ്റേതായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ പുസ്തകം എഴുതി കൂട്ടിച്ചേർത്ത് അതിൽ നല്ലത് മാത്രം ചേർത്തൊരു ബൈബിൾ നമ്മുടെ കയ്യിലേക്ക് തന്നതല്ല. പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ദൈവം എഴുതിപ്പിച്ചതാണ് ലേഖനങ്ങളെല്ലാം. എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം, എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിൽ യഹൂദ മതം വിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തെയും ക്രൂശിൽ മരിച്ച കർത്താവ് സ്തോത്രം മാനവരാശിക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷയെയും വിശ്വസിച്ചുകൊണ്ട് കർമ്മമാർഗങ്ങളെ വിട്ടിട്ട് കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദ പശ്ചാത്തലത്തിലെ വിശ്വാസികൾ, അവരെയാണ് എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് എഴുതാൻ വേണ്ടി ഉണ്ടായ കാരണം, ഈ ലേഖനത്തിനകത്ത് അനവധി മുന്നറിയിപ്പുകളുണ്ട്. ഏകദേശം സ്തോത്രം 70-ൽ പരം വിഷയങ്ങൾ അടങ്ങിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. 70ഓടത്തോളം ക്രിസ്തീയ ഗോളത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, ആത്മീകപരമായിരിക്കുന്ന 70 വിഷയങ്ങൾ തന്നെ എബ്രായ ലേഖനത്തിനകത്തുണ്ട്. ബൈബിളിനകത്ത് മൊത്തത്തിൽ എത്ര വിഷയമുണ്ടെന്ന് ഇന്ന് വരെയും ആരും എഴുതി തിട്ടപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. സ്തോത്രം, അത്രയ്ക്ക് വിഷയങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. സ്തോത്രം, വെറും ഒരു യുദ്ധക്കഥയല്ല, വെറും 4 കുടുംബചരിത്രമല്ല, ആരോ ചെയ്തു വെച്ച വീര്യപ്രവർത്തികളല്ല. പിന്നെയോ മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളെയും ആ വിഷയങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. അതിൽ എബ്രായ ലേഖനത്തിൽ മാത്രം 70 വിഷയങ്ങളുണ്ട്. സഭ അറിയേണ്ട, ആത്മീകർ അറിയേണ്ട വിഷയങ്ങൾ. സ്തോത്രം, അത്രയ്ക്ക് പ്രൗഢമാണ് എബ്രായ ലേഖനം. ഈ ലേഖനത്തിനകത്ത് സ്തോത്രം മുന്നറിയിപ്പുകളുണ്ട്, താക്കീതുകളുണ്ട്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതാൻ കാരണം 30ഓടത്തോളം വർഷമായി ഇവർ വിശ്വാസത്തിലേക്ക് വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം കാൽവരിയിൽ യേശു മരിച്ച് പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്നതിന് ശേഷം ആ കാലഘട്ടം മുതൽ ഒറ്റപ്പെട്ട് ഭയങ്കരമായ ഒറ്റപ്പെടലും പീഡനങ്ങളൊക്കെ അഭിമുഖീകരിച്ച് മതങ്ങളിൽ വെച്ച് ഏറ്റവും തീവ്രമായ മതമാണ് യഹൂദ മതം. ആ മതത്തിൽ തന്നെ നിയമമുണ്ട്. ആ മതത്തിൻ്റെ അനുസാരികളും അംഗീകരിക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ ആരെങ്കിലും ആ മതം വിട്ട് പുറത്തു പോയാൽ അവരെ സ്തോത്രം എറിഞ്ഞു കൊല്ലാൻ വരെയുള്ള വിധി നടപ്പാക്കാനുള്ള അധികാരമുള്ള മതകോടതിയുള്ള മതമാണ് യഹൂദ മതം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. സ്തോത്രം, ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് വേണം സ്തോത്രം കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വരുവാൻ. അവരുടെ സമ്പത്തുക്കളൊക്കെ അപഹരിക്കപ്പെട്ടു എന്ന് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴൊക്കെ അവരുടെ നേതൃത്വം ഏകദേശം 30 വർഷങ്ങൾ അവർ പിന്നിട്ടു. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കാണണം, ഇപ്പം ഈ അനുഗ്രഹീത സഭ 50 വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും അതിൻ്റെ വീര്യം കെടാതെ, ശക്തി കുറയാതെ, പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ, ലക്ഷ്യം തെറ്റാതെ ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ ചോരത്തിളപ്പോടെ ദൈവകൃപയോടെ നിൽക്കുന്നതോർത്ത് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. 30 വർഷങ്ങൾ ആ സഭ പിന്നിട്ടപ്പോൾ, എബ്രായ ക്രിസ്തീയ സമൂഹം പിന്നിട്ടപ്പോൾ 30 വർഷം കൊണ്ട് ഈ ലേഖനത്തിനകത്തുനിന്ന് തന്നെ കമന്ററികളുടെയോ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം കൂടാതെ ഈ ലേഖനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ എബ്രായ ലേഖനത്തെക്കുറിച്ച് ഒരു പൊതു അറിവുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരികയായിരിക്കാം. ഈ ലേഖനത്തിനകത്ത് തന്നെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ മന്ദതയുള്ളവരായി. സ്തോത്രം, വായിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, മന്ദതയുള്ളവരാകരുത് എന്നുള്ള മുന്നറിയിപ്പ്. എൻ്റെ അർത്ഥം എന്താ? അവർ സ്തോത്രം എണ്ണ കുറഞ്ഞ വിളക്ക് പോലെ പതുക്കെ ഡിമ്മാകാൻ തുടങ്ങി. സ്തോത്രം, പിന്മാറ്റം എന്ന വാക്ക് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ലേഖനമാണ്. സ്തോത്രം, അവർ പതുക്കെ പിന്മാറ്റത്തിലേക്ക്, ഒരു മയക്കത്തിലേക്ക്, ഒരു അസ്വസ്ഥതയിലേക്ക്, ഒരാവേശക്കുറവിലേക്ക് 30 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നീങ്ങാൻ തുടങ്ങി.
സ്തോത്രം, ഹല്ലേലൂയ. അതിന് കാരണം ഇന്ന് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സ്തോത്രം, ഭയങ്കര പീഡനങ്ങൾ, സമ്പത്തുക്കൾ അപഹരിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, കുടുംബമായിട്ട് ഒരുമിച്ച്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്തോത്രം പുറത്തിറങ്ങി വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ഒരുമിച്ചൊരു കുടുംബത്തിനകത്ത് നിൽക്കാൻ പറ്റാതെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഒതുക്കപ്പെടുന്ന ഭയങ്കരമായിരിക്കുന്ന പീഡനങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഈ രഹസ്യ സ്ഥലത്താണെങ്കിലും ഇതുപോലെ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നേതൃത്വം അവരോട് പറയും, സാരമില്ല സ്തോത്രം, കഷ്ടപ്പെട്ടവരിടത്തോളം കഷ്ടപ്പെടേണ്ടി വരില്ല, നമ്മൾ കാത്തിരിക്കുന്ന കർത്താവ് മടങ്ങി വരാറായി. കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും, യേശു മടങ്ങി വരും എന്നവരെ പറഞ്ഞുറപ്പിക്കും. യേശു പെട്ടെന്ന് വരും, എത്രയും വേഗത്തിൽ വരുവാനുള്ളവൻ വരും. സ്തോത്രം. അങ്ങനെയല്ല ഈ ലേഖനത്തിനകത്തല്ലേ എത്രയും അത് പറഞ്ഞവർ ഉറപ്പിച്ചു താമസിക്കില്ല. നിങ്ങളുടെ ഈ കണ്ണുനീരും നമ്മുടെ ഈ ബുദ്ധിമുട്ടും ഒറ്റപ്പെടലും നാണം കടലൊക്കെ തീരും, എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും എന്ന് പറയും. അപ്പോൾ അവർ പിന്നെയും കർത്താവിന്റെ സന്നിധാനത്തിൽ ബലപ്പെട്ടിരിക്കും. പക്ഷേ വീണ്ടും ഒരു വാർഷികം കൂടി കഴിയുമ്പോഴും യേശു വന്നില്ല. സ്തോത്രം, അവരുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ അവർ മനസ്സുകൊണ്ട് തളരാൻ തുടങ്ങി. പ്രശ്നങ്ങൾ ഭയങ്കരമായി, അവരുടെ പ്രതിസന്ധികൾ ഭയങ്കരമായി, ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത സ്ഥിതിയായിരുന്നു. മനുഷ്യന്, ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു സമൂഹത്തിന് അവരുടെ കപ്പാസിറ്റിക്ക് ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് മാനസികമോ ശാരീരികമായിരിക്കുന്ന പ്രഹരങ്ങൾ ഏക്കാൻ പറ്റിയല്ല. അത്രയ്ക്ക് ഭയാനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ നടുവിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ കൈവിടാതെ പറഞ്ഞുറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവരെ വിളിച്ച ദൈവത്തിനാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എവിടെയെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് തളരുമ്പോൾ, ഒരുപക്ഷെ സ്തോത്രം, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്, 25 വർഷമായി ഞാൻ ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ആളാണ് സ്തോത്രം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകളിൽ നിന്നറിയാം. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് തളരുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചവരൊന്നും അടുത്ത് വന്നെന്നിരിക്കില്ല. ഒരു നല്ല വാക്ക് ചിലപ്പോൾ സ്തോത്രം നമ്മൾ വിചാരിച്ചവരിന്ന് കിട്ടിയെന്നിരിക്കില്ല. നിങ്ങളുടെ അടുക്കൽ വന്നൊന്ന് സാന്ത്വനിപ്പിക്കുമായിരിക്കും എന്ന് വിചാരിച്ച പലരും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയെന്നിരിക്കില്ല. ചിലപ്പോൾ ഫോൺ ചെയ്താൽ പോലും കിട്ടിയെന്നിരിക്കില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും തളരരുത്. ഈ ലേഖനത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ നിലനിർത്തേണ്ടത് ഉത്തരവാദിത്വം നിനക്ക് വേണ്ടി ചോര കൊടുത്ത ദൈവത്തിനാണ്. 50 കൊല്ലമായിട്ട് സ്തോത്രം, ഞാൻ ലളിതമായിട്ടൊക്കെ നിങ്ങളെ സൂക്ഷ്മതയോടെ കേട്ടോണ്ടിരിക്കുമ്പോൾ, സാറ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇല്ലാതാക്കാൻ നോക്കിയവർ, തളർത്തിക്കളഞ്ഞവർ, ഈ പുസ്തകം താത്തി വെപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചവർ, സ്തോത്രം, നമ്മുടെ മനസ്സിടിച്ചവരൊക്കെ ഉണ്ടായിട്ടും ഇന്ന് രാത്രി 50-ാം വാർഷികം ആചരിക്കാൻ അഭിമാനത്തോടെ, പ്രാഗൽഭ്യത്തോടെ നിങ്ങൾ പലരും ഇവിടെ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ചരിത്രത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചത് വിളിച്ചവനാണ്. നിങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകരുത്, നിങ്ങൾ ഇനി ഇതിനപ്പുറത്തേക്ക് കാണരുത് എന്ന് ആശിച്ച പലരും കണ്ടേക്കാം. അവരതിന്റെ അജണ്ടകൾ തയ്യാറാക്കിയിരിക്കാം. എന്നിട്ടും നിങ്ങളെ സർവശക്തനായ ദൈവം 50 വർഷങ്ങൾ പിന്നിടാൻ ഇടയാക്കിയെങ്കിൽ ഒരു മരവിപ്പ് വരാതെ, തള്ളപ്പെടാതെ, തകർന്നു പോകാതെ, ഈ യോഗം പിരിച്ചുവിടാതെ ഇതിനെ പിടിച്ചു നിർത്തിയത് സർവകൃപാലുവായ ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ അകം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനൊരു ദൂത് പറയുക. സ്തോത്രം, നിന്നെ പിടിച്ചു നിർത്തേണ്ടത് ദൈവമാണ്. സ്തോത്ര, പാരമ്പര്യങ്ങളെ വിട്ട് സ്തോത്ര, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധ്യതകളെല്ലാം അവഗണിച്ച് പടകും വലയും വിട്ടിറങ്ങിയതുപോലെ ഇറങ്ങി വന്ന നിന്നെ പരസ്യകോലമാക്കാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ പിടിച്ചു നിർത്തേണ്ടത് സ്വർഗസ്ഥനായ ദൈവമാണ്. അതിന് വേണ്ട സകല ക്രമീകരണങ്ങളും ദൈവം ചെയ്യും. അവരെ പിടിച്ചു നിർത്തണം. അത് ദൈവത്തിന്റെ ഭാഗധേയത്വമാണ്. ഞാൻ നിങ്ങളോട് പറയാം, വാസ്തവത്തിൽ ആരേക്കാൾ അധികം നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവമാണ്. അഥവാ ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ സ്വാന്തനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫോൺ കോളിലൂടെ എങ്കിലും നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ദൈവം പറഞ്ഞട്ടാ. സ്തോത്രം. അതുകൊണ്ട് ഈ ലേഖന എഴുത്തുകാരനെ കൊണ്ടൊരു എമർജൻസി, സ്തോത്രം, വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ എബ്രായ ലേഖനത്തെ ടെലഗ്രാം മെസ്സേജ് എന്നാണ് വിളിക്കുന്നത്. ടെലഗ്രാം എന്ന് പറയാൻ കാരണം, ഈ ലേഖനത്തിന് ആമുഖമില്ല, മുഖവരി, ഇതാര് എഴുതി അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഒരു ആമുഖമൊന്നും ഇല്ലാതെ വേഗത്തിൽ വിഷയത്തിലേക്ക് കടക്കുക. ടെലഗ്രാം മെസ്സേജാണ്. അത്ര എമർജൻസിയിൽ എഴുതുക. കാരണം ദൈവത്തിന് മനസ്സിലായി, ഇനി ഇവരെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇവര് ക്ഷീണിച്ചു പോകും.
അതുകൊണ്ട് അവർക്ക് എഴുതുകയാണ്. പ്രശ്നങ്ങൾ മല പോലെ കൂടി നിൽക്കുമ്പോൾ ഇതിനകത്തെ ഏറ്റവും സുതാര്യമായ ആത്മീക രഹസ്യം ഞാൻ പറയാം. 74 വാക്യങ്ങളിലൂടെ അഥവാ 74 പ്രമേയങ്ങളിലൂടെ യേശുക്രിസ്തു എത്ര ശക്തനാണ് എന്ന് 13 അധ്യായങ്ങളിൽ ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി ദൈവം. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. 74 എൻ്റെ ഞാൻ തന്നെ എബ്രായ ലേഖനം ഇരുന്ന് വായിച്ച്, ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ, ഞാൻ ഈ ലേഖനമൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്നത് കൊണ്ട്. സ്തോത്രം. അതിനകത്ത് യേശുവിനെ കുറിച്ച് എനിക്കറിയായിരുന്നു. ബൈബിൾ കോളേജിൽ പഠിച്ച കാലത്ത് അറിയായിരുന്നു യേശു ശ്രേഷ്ഠനാണ് എന്ന്. ഓരോ അധ്യായത്തിനകത്തും ദൂതന്മാരെക്കാൾ, അഹരോനേക്കാൾ, പൗരോഹിത്യത്തെക്കാൾ, ആചാരങ്ങളെക്കാളൊക്കെ എന്നുള്ള ഒരു പഠനം എനിക്ക് എൻ്റെ അധ്യാപകർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം, കൊറോണ കാലത്തിന് തുടക്കത്തിൽ എബ്രായ ലേഖനം സ്തോത്രം പ്രത്യേകം പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ എൻ്റെ ബൈബിളിനകത്ത് വരച്ചും കുറിച്ചും എഴുതി വെച്ചുമെല്ലാം സ്തോത്രം ആ ഒരു ഫോക്കസിൽ പഠിച്ചതുകൊണ്ട് 74 വാക്കുകളിലൂടെ യേശു എത്ര ശക്തനാണ് സഭയ്ക്ക് എന്ന് അവതരിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. സ്തോത്രം. ഹല്ലേലൂയ. അത് മുഴുവൻ ഇതിനകത്ത് നമുക്ക് അത് ആ 74 തന്നെ യേശുവിൻ്റെ മഹിമയും ശ്രേഷ്ഠതയും എഴുതിയാൽ തന്നെ ഒരു കമൻട്രിയേക്കാൾ വലുതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വരെ ഇറങ്ങിയിരിക്കുന്ന ഏത് എബ്രായ ലേഖന വ്യാഖ്യാനത്തെക്കാൾ പ്രൗഢമായിരിക്കാം അത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഈ 3-ാം വാക്യത്തിനകത്ത് വലിയ വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സ്തോത്രം അവരോട് വിഷയം എത്ര വലുതാണെന്നല്ല, വിഷയത്തിന്റെ ആഴം എത്ര ഗൗരവമുണ്ടെന്നല്ല, ഇതെന്ന് തീരുമെന്നല്ല, സ്തോത്രം, ഇതൊന്നുമല്ല ഈ ലേഖനത്തിൽ പറയുന്നത്. പിന്നെയോ നിങ്ങളെ വീണ്ടെടുത്ത വീണ്ടെടുപ്പുകാരൻ എത്ര മഹാനാണ്. അതിന്ന് ഞാൻ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയാം, ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ വിഷയം എത്ര വലുതാണെന്നും അതാരാണ് കരുതിക്കുട്ടി ചെയ്തതെന്നും അവന്റെ കരുത്ത് എത്രയാണെന്നല്ല അറിയേണ്ടത്. പിന്നെ എന്താ അറിയേണ്ടത്? നമ്മുടെ ദൈവം ആരാന്നറിയണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാന്നറിയണം. കഴിഞ്ഞ ദിവസം സജി പാസ്റ്ററെ ഞാൻ ഡെയിലി അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഒരാൾ എനിക്കൊരു മെസ്സേജ് തിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ പിശാചിനെ കുറിച്ച്, സാത്താനെ കുറിച്ച് പാസ്റ്റർ ചെയ്ത ഏതെങ്കിലും പ്രസംഗം ഉണ്ടോ, ലിങ്ക് ഉണ്ടോ, എനിക്ക് ഇട്ട് തരാമോ? പിശാചിനെ കുറിച്ച്. ഞാൻ പിശാചിനെ കുറിച്ച് അങ്ങനെ അന്നേരം ഓർത്ത് അങ്ങനെ പുള്ളിയെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ലല്ലോ എന്ന്. സ്തോത്രം. പറഞ്ഞു പോയ കൂട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിശാചിനെ കുറിച്ചൊരു പ്രസംഗം ഞാൻ തയ്യാറാക്കി പ്രസംഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ചു അങ്ങനെ പ്രസംഗം ഇല്ല. ഞാൻ ആദ്യം ചോദിച്ചു എന്തിനാണെന്ന് ഇതിന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഈ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുക 2025 കയറിയതിന് ശേഷം. അപ്പം ഞാൻ സാത്താൻ എങ്ങനെ ഈ പണിയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനാന്ന് ഞാൻ തിരിച്ചൊരു വോയിസ് ഇട്ടു. പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നവനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ പ്രശ്നം തീർക്കുന്നവനെ കുറിച്ച് പഠിക്കുന്നതാ നല്ലത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒന്നോടെ പറയാ, നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ പോരാട്ടത്തിന് മൂർച്ച കൂട്ടുന്ന ഒരൊറ്റ പ്രവാചകനെ പോലും കേൾക്കാൻ പോകരുത്. ആ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളെ വിടുവിക്കുന്ന ഒരുവനുണ്ട്. 30 കൊല്ലമായി കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, എന്നൊരു വിടുതൽ കിട്ടുമെന്നറിയാതെ ഒരു അസ്വാതന്ത്ര്യത്തിനകത്തിരിക്കുന്ന ഈ ജനത്തോട് ഹല്ലേലൂയ ദൈവമായ കർത്താവ് ഒരു ദൂത് പറയാൻ ഒരുങ്ങിയപ്പോൾ ആ ദൂതിനകത്ത് പിശാചിനെ കുറിച്ചൊന്നും പരാമർശിച്ചില്ല. പ്രശ്നം ഉണ്ടാക്കുന്നവനെ കുറിച്ച് പറഞ്ഞില്ല. 74 വാക്യങ്ങളിലൂടെ പ്രശ്ന പരിഹാരകനെ കുറിച്ച്, നിങ്ങളെ വീണ്ടെടുത്തവൻ ആരാന്ന് ഇതിനകത്ത് എഴുതിയത് എന്തിനാണ്? നിങ്ങളൊരു കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയേണ്ടത് യേശുവിനെയാണ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക കൂട്ടായ്മയുടെ ഓൺലൈനിലൂടെ ഇന്നോ എപ്പോഴെങ്കിലും ഭാഗ്യവശാൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുന്ന ആളുകളാണെങ്കിൽ, ദൂരത്തെവിടെയെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ശോധനാകരമായ വേളയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കേൾക്കേണ്ടത് വേറെ ആരെ കുറിച്ചുമല്ല, യേശുവിനെ കുറിച്ചാണ്. കാരണം യേശു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല, പ്രശ്നം തീർക്കുന്നവനാണ്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിന് പരിഹാരം വരുത്താൻ വിണ്ണിൽ നിന്നിറങ്ങി വന്ന ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തുവാണ്. യേശുവിനെ കേൾക്കുക, അവനെ കുറിച്ച് അറിയുക, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തൻ. അപ്പൊ ആ കർത്താവിനെ കുറിച്ച്
പറഞ്ഞു വരികയാണ്. ഈ 3-ാം വാക്യത്തിൽ മാത്രം നമുക്ക് 74 പറയാൻ പറ്റിയല്ലോ. അങ്ങനെ 74 പറയണമെങ്കിൽ ഞാൻ തൃശ്ശൂർ തന്നെ നിൽക്കണം കുറേ നാൾ. പക്ഷെ അത് പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ 3-ാം വാക്യത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. 3-ാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: അവൻ്റെ പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാതെ പോകുമ്പോൾ ചുമ്മാ സ്തോത്രം പിള്ളേരെ അമ്മി പറയുമ്പോൾ അവൻ്റെ എന്നൊക്കെ പറയുന്നൊരു ബഹുമാനം ഇല്ലാതെയാവും. സ്തോത്രം നമുക്കതിന് ഭംഗിയായി പറയാം. അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അവൻ യേശു ക്രിസ്തുവാണ്. അവൻ്റെ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം, അങ്ങനെ ഒന്ന് പറഞ്ഞു പഠിക്കാം. യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറയാ, നിങ്ങളുടെ കർത്താവ് ആരാന്നറിയാമോ? സ്തോത്രം, മനസ്സിലായോ? ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ആ വലിയ ഉറവ ഒഴുകിയെത്തണം. സ്തോത്രം. നിങ്ങളുടെ അടുക്കൽ വന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണും, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. വലിയ പ്രശ്നമാണ് ഞാൻ കാണുന്നത്, വലിയ എന്താ സ്തോത്രം 4-ാം വേദമാണെന്നൊക്കെ പറഞ്ഞു കാണും. ഇനി അതൊക്കെ പറഞ്ഞാൽ സ്തോത്രം വലിയ പ്രശ്നത്തിലകപ്പെടുകയുള്ളൂ. ഞാൻ പറയാം, ഏത് വേദമാണെങ്കിലും കേൾക്കേണ്ടത്, എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കേണ്ടത് യേശു ആരാന്നാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, നാം ആരാധിക്കുന്ന ആരാധ്യൻ, നമ്മുടെ രക്ഷകൻ, അവൻ ആരാന്നറിയാമോ? അവൻ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് എന്ന് പറയുമ്പോൾ 10% ആളുകൾക്ക് എങ്ങനെ പിടികിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പിടികിട്ടിയില്ല. സ്തോത്രം. അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ അല്പം പറയാം. സ്തോത്രവാക്കിന്റെ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന രീതി. സ്തോത്രം. പിതാവായ ദൈവം അങ്ങ് ദൂരെ കത്തി നിൽക്കുന്ന സൂര്യനാണ്. സ്തോത്രം. അതവിടെ നിൽക്കുകയാണ്. പക്ഷേ ആ സൂര്യന്റെ തേജസ് അഥവാ സൂര്യന്റെ പ്രഭ, സൺറൈസ്, അത് അവിടെ നിന്ന് ജ്വലിച്ച് താഴേക്ക് വന്ന് ഈ ഭൂമിയിൽ വന്ന് തൃശ്ശൂര് വന്ന് നിങ്ങളുടെ വീടിനകത്ത് കേറും. ഏത്? സൂര്യനല്ല, സൂര്യന്റെ പ്രഭ, അതിന്റെ തേജസ്. സ്തോത്രം. ജനാലയും വാതിലൊക്കെ അടച്ചിട്ട് നല്ല കറുത്ത തുണി കൊണ്ട് സ്തോത്രം വിൻഡോ കട്ടൻ ഉണ്ടാക്കിയിട്ടിട്ട് നല്ല ഹോള് പോലും കടലാസ് വെച്ച് അടച്ചു വെച്ചാൽ കയറിയല്ല. സ്തോത്രം. ഇത് കയറാൻ വേണ്ടി ഏത്? ഈ സൂര്യന്റെ കിരണങ്ങൾ നേരം വെളുക്കുമ്പോൾ വാതിൽ തുറന്നിടുകയാണെങ്കിൽ, ജനാലകൾ തുറന്നിടുകയാണെങ്കിൽ അതിനകത്തൂടെ നിങ്ങളുടെ വീടിനകത്ത് സൂര്യകിരണങ്ങൾ കയറും. ഇതുപോലെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയായ ക്രിസ്തുവേശു, സ്തോത്ര ഹല്ലേലൂയ, ദൈവം അങ്ങ് അകലെ നിൽക്കുന്നു, അവനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ജ്വലിച്ചിറങ്ങിയ തേജസ്സിന്റെ പ്രഭ എന്റെ പഴയ പാവപ്പെട്ട എന്റെ വീട്ടിൽ ഇടിച്ചു കയറിയതാണ്. ഇന്ന് രാത്രി എന്നെ പ്രകാശിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വരാനിടയായത്. ഹല്ലേലൂയ. ഇവരൊക്കെ പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ വാക്കുകൾ മിക്കവാറും ഞാൻ തലകുനിച്ചിരുന്ന് കണ്ണ് നിറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച ദൈവത്തിന് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ തൊണ്ണയടറിപ്പോകും. കാരണം എൻ്റെ പശ്ചാത്തലങ്ങൾ എനിക്കറിയാം, എവിടെ നിന്നാണ് ഞാൻ വന്നതെന്ന്. സ്തോത്രം. ആ മുഖങ്ങളില്ലാതെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഒരു നിമിഷമാണെങ്കിലും ഞാൻ ഈ പുൾപിറ്റിലേക്ക് വരാൻ വേണ്ടി വെമ്പൽ കൊണ്ട് സ്തോത്രം ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഓർത്തു പോകും. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഈ പ്രഭ എൻ്റെ മേൽ തട്ടിയതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാ, എന്നെ കേൾക്കുന്നവരോട് പറയാ, സ്തോത്രം, ഈ പ്രഭ ഇന്ന് രാത്രിയിലും വരുന്നുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ അനുഗ്രഹീത സഭയുടെ 50-ാമത്തെ വാർഷികത്തിൽ ഈ രാത്രിയിലെ പ്രസംഗത്തിൽ ഈ തേജസ് ഈ കൂട്ടായ്മയ്ക്കകത്തേക്ക് ഇന്ന് വരെ വന്നതിനേക്കാൾ അധികം ഇടിച്ചിറങ്ങാനിടയാകണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഇരുട്ടിന്റെ പിടിയിൽ കിടക്കുന്നത്, അതിന്മേലല്ല ഈ തേജസ് ഇറങ്ങണം. ഹല്ലേലൂയ. യേശു എന്ന ദൈവ തേജസ്സിന്റെ പ്രഭ അത് ആരുടെ മേൽ തട്ടിയിട്ടുണ്ടോ, ആരുടെ ഹൃദയത്തിനകത്ത് കയറിയിട്ടുണ്ടോ, അവരെല്ലാം മാറിയിട്ടുണ്ട്.
അവരെ പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കാണ് ആ ദൗത്യം. ആ വെളിച്ചത്തിന്റെ ആ പ്രഭയുടെ ദൗത്യം ഇതാണ്. യോഹന്നാനാണ് അത് എഴുതിയത്. സ്തോത്രം, ഹല്ലേലൂയ. അത് സ്തോത്രം, മനുഷ്യനെ പ്രകാശിപ്പിക്കുക. പ്രകാശിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു ബിബ്ലിക്കൽ ടെർമിനോളജിയാണ്, ഒരു ബൈബിൾ ഭാഷയാണ്. അതിനെ നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രത്തിന്റെ പര്യായ പദമുണ്ട്. ഷൈൻ ചെയ്യുക എന്നൊക്കെ പറയില്ല നമ്മൾ. ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുക. സ്തോത്രം, വീട്ടിൽ പാപം നിമിത്തവും ഗതികേട് കൊണ്ടും പരാജയപ്പെട്ട് സ്തോത്രം ജോലിയിലും ബിസിനസ്സിലൊക്കെ തോറ്റ് തുന്നം പാടി പഠിക്കാൻ പോയിടത്ത് രക്ഷപ്പെടാതെ ഒതുങ്ങിപ്പോയ എത്രയോ പേരെ ഈ വെളിച്ചം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ നന്ദിയുള്ളവരാണെങ്കിൽ ഈ രാത്രികാല അധരങ്ങൾ തുറന്ന ആവേശത്തോടെ കർത്താവെ, ഗതി കിട്ടാത്ത വീട്ടിൽ പിറന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നേർച്ച കാഴ്ചകളുമായി അലഞ്ഞു തിരിഞ്ഞ എനിക്ക് ഇന്ന് രാത്രി സന്തോഷിക്കാൻ പറ്റിയത്, എന്റെ മക്കള് രക്ഷപ്പെട്ടത്, ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കാൻ പറ്റിയത് ഈ തേജസ്സിന്റെ പ്രഭ ഞങ്ങളെ തേടിയെത്തിയതാണ്. അതുകൊണ്ട് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നു, ഇരുട്ടിന്റെ വ്യാപാരം എത്ര ശക്തിയോടെ നിങ്ങൾക്ക് വിരോധമായി വലിയ പരിപാടികൾ തയ്യാറാക്കിയാലും, സ്വത്ര ഖനീഭവിച്ച ഇരുട്ട് പോലെ വലിയ വൻപൻ പോരുകൾ ആഞ്ഞടിച്ചാലും, നിങ്ങളുടെ യേശു ആരാന്നറിയാമോ? ഇരുട്ടിന് കൂട്ടു നിൽക്കുന്നവനല്ലവൻ, അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. അവൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടാൽ, നിങ്ങളുടെ സഭായോഗത്തിൽ വെളിപ്പെട്ടാൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടാൽ, കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരാധനയിലും നിങ്ങളുടെ വാർഷിക യോഗത്തിലും വെളിപ്പെട്ട ഇരുട്ടിന്റെ കഥ കഴിഞ്ഞു. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു അന്തരീക്ഷം സകല കുടുംബങ്ങളിൽ നടക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവിൽ പറയാം, ചില വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വത്രം ആരും പറയാതെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകുന്നത് പോലെ ദൈവത്തിന്റെ തേജസ് പ്രകാശിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, പ്രകാശിക്കട്ടെ. ഇതിവിടെ മാത്രം എഴുതി വെച്ച ഒരു വസ്തുതയായി കാണരുത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൽ തൊട്ടുപുറകെ വരാനിരിക്കുന്ന ഈശോ മിശിഹായെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ യോഹന്നാന്റെ പിതാവായിരിക്കുന്ന സക്കറിയ പുരോഹിതൻ സ്തോത്രം ഏകദേശം 9 മാസത്തിൽ പല അധരങ്ങൾ അടയ്ക്കപ്പെട്ടവനായി സ്തോത്രം അകത്തെ മുറിയിൽ ഒതുങ്ങിയവൻ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് ഒരു എഴുത്തുപലകയിൽ എഴുതി കൊടുത്ത മാത്രയിൽ നാവിന്റെ കെട്ടടിഞ്ഞ് താൻ പ്രവാചകനായി പുറത്തു വരുന്ന നിമിഷം, ആ നിമിഷത്തിൽ സ്തോത്രം പറഞ്ഞു വരുന്ന ഭാഗങ്ങളുടെ കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 79-ാമത്തെ വാക്യം മലയാളത്തിലും 78-ാമത്തെ വാക്യം ഇംഗ്ലീഷിലുമാണ് കിടക്കുന്നത്. ആ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? 79-ാമത്തെ വാക്യം. ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇതൊരു ആലങ്കാരികയോ സാഹിത്യമോ ഭാഷയായിട്ട് എടുക്കരുത്. ഇതൊരു ആത്മീക മർമ്മമാണ്. യോഹന്നാൻ പറയുകയാണ്, ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മലയാള ഭാഷ പ്രൗഢ മനോഹരമായ ഭാഷയാണ്. ആ ഭാഷയിലെ പല വാക്യങ്ങളും വായിക്കുന്നത് സുന്ദരമാണ്. പക്ഷെ ചിലപ്പോൾ നമുക്കതിൻ്റെ ആ സ്തോത്ര ആലങ്കാരികതയ്ക്കകത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തെ പിടികിട്ടാതെയായി. ഇംഗ്ലീഷിലാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഷൻ ഞാൻ വായിച്ചത് സ്തോത്രം ആ ഉദയം എന്ന വാക്കിന് സൺറൈസ് എന്ന് തന്നെയാണ്. സ്തോത്രം, ഉയരത്തിൽ നിന്ന് ആ സൂര്യ തേജസ് സ്തോത്രം ആർദ്ര കരുണയാൽ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. സക്കറിയാവ് ഇത് പറയാൻ കാരണം എന്താ? മലാക്കിക്ക് ശേഷം 400 വർഷത്തോളം സ്വർഗത്തിൽ നിന്ന് യാതൊരു സന്ദർശനവും ഇല്ലായിരുന്ന ഇടവേള കഴിയുമ്പോൾ സ്തോത്രം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വെറും ഒരു വിസിറ്ററായിട്ടല്ല വന്നത്, ഇരുട്ടിലിരുന്ന ജനത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ഉയരത്തിൽ നിന്ന് ഉദിച്ചിറങ്ങിയ ദൈവ തേജസ്സാണവൻ. ആ തേജസ് സ്തോത്രം, ഹല്ലേലൂയ, ഉദിച്ചുയർന്നു. ഇനി അതിനെക്കുറിച്ച് വിശദീകരിച്ച് വേറൊരു വാക്കും പറയാം. 4ഓടത്തോളം വാക്ക് 3-ാം വാക്യത്തിൽ തന്നെയുണ്ട് യേശുവിനെ കുറിച്ച്. അപ്പം അതിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ലാതെയാകും. സ്തോത്രം, അതൊക്കെ ഒരേ വാക്ക് പറഞ്ഞു വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രഭ ഈ സൂര്യൻ്റെ തേജസ് ഇതിവിടേക്ക് വരുന്നത് കൊണ്ട് അല്പം വെളിച്ചം മാത്രം കിട്ടുന്നത് മാത്രമല്ല, സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഈ പ്രകൃതിയെ ഇത്ര ഹരിത ഭംഗിയുള്ളതാക്കി നിർത്തുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രക്രിയ സയൻസ് പഠിച്ചുള്ളവർക്കറിയാം. ഈ മനോഹരമായിരിക്കുന്ന രമണീയമായിരിക്കുന്ന ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നത് ഈ പുൽക്കൊടിക്കും ഈ ചെടികൾക്കും ഈ വൃക്ഷങ്ങൾക്കുമെല്ലാം ഇത്ര മനോഹരമായിരിക്കുന്ന പച്ച ആ കളറ് തന്നെ സ്തോത്രം അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്.
പ്രതീക്ഷയുടെ കളറാണ്. അതുകൊണ്ടാണ് സ്തോത്രം റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ പച്ച കത്തിയാൽ മുമ്പോട്ട് പോകാന്നുള്ളതാണ്. സ്തോത്രം എന്നതുപോലെ ഈ പ്രകൃതിയെ മനോഹരമാക്കി നിർത്തിയത്, ഹരിതവർണ്ണമാക്കി നിർത്തിയത് ഈ സൂര്യകിരണങ്ങൾ ഇവിടെ വരുന്നതാണ് ഒരു കാരണം. സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചേർത്ത് വെച്ച് പറയട്ടെ, സ്തോത്രം പ്രായം നോക്കാതെ സ്തോത്രം ഈ ദൈവമായ കർത്താവിന്റെ കയ്യിൽ കിട്ടിയവനെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കത്തക്ക രീതിയിൽ അതിനെ മനോഹരമാക്കുന്നതാണ് ഈ പ്രഭ. 50 വർഷമായി എന്നൊന്നും വിചാരിക്കരുത്. എന്നും ഈ സൂര്യകിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിത്യഹരിതം നഷ്ടപ്പെടാതെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് വീര്യം കുറയാതെ കാലേബിനെ പോലെ മഹാദൈവത്തിന്റെ കൃപയാൽ ആ തേജസ്സിന്റെ പ്രഭയാൽ നിങ്ങൾ ഹരിതവർണ്ണം നഷ്ടപ്പെടാതെ, അഥവാ ആ പച്ചപ്പ് നഷ്ടപ്പെടാതെ തേജസ്സോടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു വരുന്ന കൂടെ നേതൃത്വത്തോട് സഭയോട് ഹൃദയം തുറന്ന് ആശംസിക്കുകയാണ്. തളരരുത്. മുന്നോട്ടുള്ള ഗമനത്തിൽ ആത്മാവിൽ യേശു എന്ന പ്രഭ ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ളിടത്തോളം കാലം ആരൊക്കെ എന്തൊക്കെ നോക്കിയാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ആ പച്ചപ്പ് പോകത്തില്ല. സ്തോത്രം. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ ആത്മീകത്തിൻ്റെ ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു നോക്കിയേ, കേട്ടിരിക്കാതെ അത് പോകത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. ആളുകൾ പറയും ഒരു തലമുറ കഴിയുമ്പോൾ കാണാം സ്തോത്രം, അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ കാണാം എന്നൊക്കെ. ഇല്ല സ്തോത്രം, ഇത് ഒരു തലമുറയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ മരങ്ങൾ പച്ചപ്പോടെ നിൽക്കുന്നതിന്റെ കാരണം സ്തോത്ര ചോട്ടിൽ വളമിടുന്ന മനുഷ്യനല്ല, പിന്നെ ആരാ? മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന തേജസ്സാണ്. ആ തേജസ് തലയ്ക്ക് മീതെ ഉള്ളിടത്തോളം കാലം ക്ഷീണിക്കത്തില്ല എന്ന് ആത്മാവിൽ പറയുന്ന ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നവർ ഒരുമിച്ച് ദൈവാത്മാവിൽ പറ, ഞങ്ങൾ ഒറ്റ ആ തേജസ്സിന്റെ പ്രഭ ഞങ്ങളെ വിട്ടു പോകാത്തിടത്തോളം കാലം എന്റെ ശുശ്രൂഷ മുരടിക്കില്ല, എന്റെ കൃപാവരം മങ്ങിപ്പോകില്ല, എന്റെ അഭിഷേകം ഒതുങ്ങില്ല, എന്റെ പ്രാർത്ഥന നിന്നു പോകില്ല, എന്റെ വരങ്ങൾ ഒന്നും കെട്ടുപോകില്ല, എന്റെ വീര്യം ചോരത്തില്ല. വിശ്വസിക്കുന്നവർ പറഞ്ഞു സ്തോത്രം ചെയ്തോ. എന്റെ പ്രായമല്ല വിഷയം, തലമുടി നരച്ചതോ ജരാനരകൾ ബാധിച്ചതല്ല വിഷയം. എന്റെ അഭിഷേകം കുറയില്ല, എന്റെ അധികാരം കുറയില്ല, എന്റെ ബലം കെട്ടുപോകില്ല. അതിന്റെ കാരണം ഈ തേജസ്സിന്റെ പ്രഭയാണ്. ആ പ്രഭയുള്ളിടത്തോളം കാലം ഇത് പുതിയ വന്നുകൊണ്ടിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. മാത്രമോ അടുത്ത കാലത്താണ് ശാസ്ത്രം മനസ്സിലാക്കിയത് ഇത് വെറും വെളിച്ചമല്ല. സ്തോത്രം, ഇതിനകത്ത് എനർജി ഉണ്ട്. സ്തോത്രം. സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എന്നല്ല, ഒരു സോളാർ ഫലകം, അതിൻ്റെ ഒരു സ്തോത്രം, ഇത് ഒരു ഫേസ് നമ്മൾ വെച്ചു കൊടുത്താൽ അതിനകത്തൂടെ ഈ വെളിച്ചത്തിൽ നിന്ന് സ്തോത്രം പവർ ഉൽപ്പാദിപ്പിക്കപ്പെടും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്തോത്രം വിമാനം വന്നിറങ്ങുമ്പോഴോ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ സ്തോത്രം അവിടെ റൺവേയുടെ അത്രയും നീളത്തിൽ ആ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ഈ സോളാറും കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ലോകത്തിലെയോ ഏഷ്യയിലോ ഏക എയർപോർട്ടാണിതെന്ന്. ലൈറ്റ് കത്തിക്കാൻ മാത്രമല്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യണോ, മോട്ടർ അടിക്കണോ, സ്തോത്രം എന്ത് വേണോ, ഇവിടുത്തെ അത്യാധുനിക കാര്യങ്ങൾ മുഴുവൻ വർക്ക് ചെയ്യാൻ ഈ പ്രകാശത്തിനകത്ത് നിന്ന് ആർജിച്ചെടുക്കുന്ന ശക്തിയാണ്. ഇന്ന് രാത്രികാലം ഈ തേജസ്സിന്റെ പ്രഭ ഇറങ്ങുന്നിടത്ത് അസാധാരണ ശക്തി വ്യാപരിക്കും. ആ ശക്തിക്കകത്ത് നീ ഒറ്റയ്ക്കല്ല, നിന്നെ സഹായിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ജരാനരകൾ ബാധിച്ചു തുടങ്ങിയ ആ ശരീരത്തിലേക്ക് ഡോക്ടർ എന്തൊക്കെയോ അവരുടെ ഫയലിൽ എഴുതി വെച്ചിരിക്കുന്ന, ആ മെഡിക്കേഷൻ എഴുതി വെച്ചിരിക്കുന്ന ശരീരത്തിലേക്ക് ഇന്ന് രാത്രി ഈ ശക്തിയുടെ പ്രഭയടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരാത്മീക സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഒച്ച വെക്കുകയെന്ന് വിചാരിക്കരുത്. ചിലരുടെ ശരീരത്തിൽ അത് വ്യാപരിക്കട്ടെ. ക്ഷീണിച്ച ചിലരെ ഇന്ന് രാത്രി കൂടെ കൊണ്ടുപോകാൻ, തളർന്നുപോയ ചിലരെ ചേർത്ത് പിടിക്കാൻ നസ്രയൻ ആഗ്രഹമുണ്ട്. എന്റെ പ്രഭ നിന്റെ മേൽ ചൊരിയാം എന്ന് സ്വർഗം ചിലരോട് വാക്ക് പറയുന്നു. ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥന വാചകം പോലും വായിൽ വരാത്ത ചിലർ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ക്ഷീണം അവർക്കുണ്ട്. അവരോട് ദൈവം പറയുന്നു, ക്ഷീണിക്കണ്ട, ഞാൻ നിന്നെ ശോഭിപ്പിക്കാം, ഞാൻ നിന്നെ തളരാൻ അനുവദിക്കില്ല, ഞാൻ തേജസ്സിന്റെ പ്രഭയാണ്.
അതിനകത്ത് ശക്തിയുണ്ട്. മാത്രമാണോ, ഇതിനകത്ത് നമുക്ക് ദോഷം വരുന്ന പല കാര്യങ്ങളെയും തകർത്ത് കളയാനുള്ള പ്രത്യേകമായിരിക്കുന്ന പവറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ സ്തോത്രം ഡോക്ടേഴ്സ് പറഞ്ഞു വിടും, സ്തോത്രം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ രാവിലത്തെ വെയിൽ കൊള്ളിക്കണമെന്ന്. സ്തോത്രം ഇല്ലേ? നിങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവില്ല, ഇല്ലേ? സ്തോത്രം രാവിലത്തെ വെയിൽ, കുഞ്ഞിനെ നട്ടുച്ചിക്കൊണ്ടെന്ന് വെയിലത്ത് വെക്കരുത്, ഉണങ്ങിപ്പോവും. സ്തോത്രം രാവിലത്തെ എന്തിനാ? എൻ്റെ മഞ്ഞ കളറോ എന്തൊക്കെയോ പ്രശ്നം, എനിക്ക് അത്രയും അറിയില്ല. എനിക്ക് 3 പിള്ളേരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തത് അമ്മയും എൻ്റെ ഭാര്യയും കൂടെയാണ്. പക്ഷെ എന്നാലും അവർ പറയും, എന്തിനാണ് ഈ സൂര്യപ്രകാശം അല്പം അടുപ്പിച്ചാൽ മതി, കൊച്ചിൻ്റെ പ്രശ്നത്തിന് ഇനി ഇതിനൊന്നും കൂടെ മരുന്നിന് വരണ്ട. സ്തോത്രം ഇവിടുത്തെ അലമാരി ഇരിക്കുന്ന മരുന്നിനേക്കാൾ ഈ വിഷയത്തിനായി ഇറങ്ങി വരുന്ന പ്രഭയ്ക്കകത്ത് മരുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞാൻ ചുമ്മാ സാഹിത്യ പുസ്തകത്തിൽ നിന്ന് കടമെടുത്ത് പറയുകയല്ല, ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ അസാധാരണ വെളിപ്പാട് ഞാൻ പറയുക. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ പ്രഭ ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ചരടമേൽ തട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജന്മനാ നിനക്ക് കേടുവരുത്താൻ നോക്കുന്ന ശാരീരികമായിരിക്കുന്ന ബാക്ടീരിയകൾ പോലെ പോരാടുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി നിന്റെ തലമുറയെ, നിന്നെ ആത്മീകത്തിൽ നിന്ന് നുള്ളിക്കളയാൻ വ്യാപരിക്കുന്ന, നിന്റെ ആത്മീക ശൈശവത്വം മുതൽ പോരാടിയ ചില വിഷയങ്ങൾക്ക് ഈ പ്രഭ ഏറ്റാൽ വിഷയം തീരും. ഹല്ലേലൂയ. അതിന് പുറത്തു വരണം. എന്നെ അങ്ങ് ശരിക്കും ദൈവാത്മ ഹൃദയം നിറയ്ക്കുക. എവിടെയെങ്കിലും പോയി ഞാൻ പറയാൻ പോവാ, എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ഒതുങ്ങിപ്പോയി ശ്രോത്രഹാല വെളിച്ചം പാത്തും പോയി സ്നാനപ്പെട്ടിട്ട് കൊട്ടച്ചോട്ടിലിരുന്നാൽ ഈ പ്രഭ തട്ടിയേല. പുറത്തിറങ്ങണം, 10 പേരുടെ മുമ്പിൽ സാക്ഷിയാകണം. അവന്റെ പ്രഭ നിന്റെ മേൽ തട്ടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ചാബല്യങ്ങൾ മാറും, നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റും, നിന്റെ ജരാനരകൾ മാറും, ബലഹീനത മാറും. ഇന്ന് രാത്രികാലം അങ്ങനെ ചില തൃശൂർ പട്ടണത്തിൽ നിന്ന്, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രഭ തേടി പിടിക്കട്ടെ. അതിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ആ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. അടുത്ത വാചകം നോക്ക്. ഞാൻ എല്ലാം പറയാൻ നോക്കിയാൽ ഒത്തിരി സമയമെടുക്കും. അടുത്ത വാചകം, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാട്ടോ, ചുമ്മാ ഒരു കഥ എഴുതുകയല്ല. പിന്നെയോ ബുദ്ധിമുട്ടിലിരിക്കുന്ന, യോഗത്തിന് വന്നിരുന്നാൽ ഒരു സ്തോത്രം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ഫ്രീസായി പോയ മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന ആളുകളോട് പറയുക, സ്തോത്രം, നിന്റെ കർത്താവ് ആരാന്നറിയാമോ? അവൻ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്. അടുത്തത് പറയുന്ന അവന്റെ ശക്തി എന്നാന്നറിയാമോ? സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സകലത്തെയും എന്നവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് സ്തോത്രം മറഞ്ഞു കിടക്കുകയാണ്. ആ വാക്യത്തിൽ അത് അണ്ടർസ്റ്റുഡ് ആണെങ്കിലും അതിനെ പൊരുൾ വെളിപ്പെടുത്തണം. അങ്ങനെ ഒരു പ്രക്രിയ വചനത്തിന് നമ്മൾ പറയുന്നുണ്ട്. പൊരുൾ തിരിക്കുക, അല്ലെങ്കിൽ സ്തോത്രം വചനം വെളിപ്പെടുത്തുക. അപ്പം അവിടെ പറയുന്ന സകലത്തെയും എന്ന് പറയുന്നതിന് വ്യക്തമായ ഒരു വ്യക്തതയുണ്ട്. അവിടെ പറയുന്ന സകലത്തെയും എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, സൂര്യചന്ദ്ര നക്ഷത്ര ഗാലക്സികളെ, സൗരയൂഥത്തെ, ഇതെല്ലാം കോൺക്രീറ്റ് പില്ലറുകളിൽ ഈ കെട്ടിടത്തെ നിർത്തിയിരിക്കുന്നത് പോലെ അടിത്തറയിട്ട് നിർത്തിയിരിക്കുകയല്ല. നാം വീട് പണിതിരിക്കുന്ന, നാം നിൽക്കുന്ന ഈ ഭൂമി പോലും ശൂന്യതയിലാണ് നിൽക്കുന്നത്. തലയ്ക്ക് മീതെ കത്തി നിൽക്കുന്ന സൂര്യൻ അവിടെ സ്ക്രൂ ചെയ്ത് നിർത്തിയിരിക്കുകയല്ല. അവിടെ ഒരു സ്തോത്രം ഉരുക്ക് കമ്പിയിൽ ഹാങ് ചെയ്തിട്ടിരിക്കുകയല്ല. ഇതെല്ലാം അതതിൻ്റെ ഭ്രമണപഥം എന്നൊക്കെ സയൻസ് പറയുന്നു. ആ ശൂന്യതയിൽ നിർത്തിയിരിക്കുക. ഇന്നുവരെയും അത് അടർന്ന് താഴേക്ക് വന്നിട്ടില്ല. ഇത്ര ഡിഗ്രി അക്ഷാംശം ചെരിഞ്ഞ് നിൽക്കേണ്ടത് ഒരു കടുക് മണിയുടെ ഗ്യാപ്പിൽ പോലും, മില്ലി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞിട്ടില്ല. അങ്ങനെ ശൂന്യതയിൽ കൃത്യനിഷ്ഠതയോടെ നിൽക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഗുണമല്ല, സൃഷ്ടാവായിരിക്കുന്ന നിന്റെ കർത്താവ് ഇതിനെ മുഴുവൻ തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുകയാണ്. സ്തോത്രം. എന്തിനാ അത് ഇവരോട് പറയുന്നത്? പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ വകയില്ലാതെ
എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന, സ്വന്തം ജീവിതഭാരം പോലും താങ്ങാൻ പറ്റാതെ തളർന്നിരിക്കുന്ന ആളുകളോട് എന്തിനാ ഈ സയൻസ് പറയുന്നത്? ഇവിടെ സയൻസ് അല്ല, ഇവിടെ ആ സകലത്തിനെയും എന്നെഴുതിയിരിക്കുന്നതിനകത്ത് ഇതെല്ലാം ഉണ്ട്. എന്തിനാ പറയുന്നത്? അവരെ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഈ കാണുന്ന പ്രപഞ്ചത്തെ നിന്റെ കർത്താവിന് തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കാമെങ്കിൽ 4 പേരുള്ള നിന്റെ കുടുംബത്തെ വഹിക്കാനാണോ പാട്? ഹല്ലേലൂയ. 80 കിലോ തൂക്കമുള്ള ശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രയാസം കാണും. പക്ഷേ നീ ആരാന്നറിയോ? നിന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുമ്പോൾ ഈ കാണുന്ന സകലത്തെയും ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവന് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ ദൈവമക്കളെ! ഇതൊക്കെ വഹിക്കുന്നവന് നിന്റെ ഭാരം ഒരു ഭാരമാണോ? നിന്റെ വേദന ഒരു വേദനയാണോ? അതുകൊണ്ടല്ല പുരാതന സങ്കീർത്തനത്തിൽ പോലും ദൈവം പറഞ്ഞത്, നിന്റെ ഭാരം എന്റെ മേലിട്ടോ. ഇത് മുഴുവൻ വഹിക്കാമെങ്കിൽ പിന്നെ നിന്റെ കൊച്ചു ഭാരമാണോ? കഴിഞ്ഞ 10 വർഷമായി നീ കുടുംബജീവിതത്തിൽ ഭാരം സഹിക്കുന്നെങ്കിൽ തന്നെ ചുമക്കരുത്. ഇതൊക്കെ വഹിക്കുന്ന ഒരുവനുണ്ട്. ആ വചനമാണ് ഇതെല്ലാം ഹല്ലേലൂയ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. വചനമാണ്. ഞാനതിൻ്റെ ഒരു ഭാഗം കൂടി ചേർത്ത് പറയാം. യിരെമ്യാ പ്രവചനത്തിലോ മറ്റും എഴുതിയിട്ടുണ്ട്. സമുദ്രത്തോട് ദൈവം കൽപ്പിക്കുമ്പോൾ പറഞ്ഞു, തിരമാലയോട് പറഞ്ഞു, സ്തോത്രം, നിനക്ക് ഇവിടെ വരെ വരാം. ഇവിടെ എത്തുമ്പോൾ നിന്റെ സ്തോത്രം ആ ഹുങ്കാരം, എന്താ എന്നെ വാക്ക് കൊടുത്തിരിക്കുന്നത്? ആ ഗർവം. താങ്ക് യു പാസ്റ്റർ. സ്തോത്രം, നിന്റെ ഗർവം ഇവിടെ വെച്ച് അടങ്ങണം. സ്തോത്രം. ആ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ ഇളകി മറഞ്ഞ് കൊമ്പുകുലുക്കി വരുന്ന കാട്ടാനയെ പോലെ അങ്ങ് ദൂരെ നിന്ന് മറിഞ്ഞു വരുന്ന തിരമാല ഈ സമുദ്ര തീരത്തെ തരിതരിയായി കിടക്കുന്ന പഞ്ചസാര മണലിൽ ചെന്ന് തട്ടുമ്പോൾ, സ്തോത്രം, 80 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയുടെ ടയർ പൊട്ടിയാൽ എങ്ങനെ പെട്ടെന്ന് ഒതുങ്ങുന്നോ അതുപോലെ തിരമാല മണൽത്തരിയെ തൊടുമ്പോഴേ വീര്യം കെടും. സ്തോത്രം. അത് ഇവിടെ ആർക്കും പറഞ്ഞാൽ ബുദ്ധിമാന്മാർക്ക് പിടികിട്ടിയല്ല. പക്ഷെ ദൈവവചനം വിശ്വസിക്കുന്നവർക്കറിയാം, സൃഷ്ടിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. അതിര് അവന്റെ വാക്കാണ്. ആ വാക്കിന് ഇപ്പുറത്തേക്ക് കേറിയാല. സ്തോത്രം. ആ വാക്കാണ് അതിര്. അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. ഞാനിത് പഠിച്ച സമയത്ത് ഓർത്തു, ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത്. സ്തോത്രം. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ കരിങ്കിൽ കോറികളുള്ള സ്ഥലമാണ് എഴുമറ്റൂർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് സ്തോത്രം, റോഡ് താഴെയാണ്, ഞങ്ങളുടെ വീടിൻ്റെ ടെറസ് മുകളിലാണ്. അപ്പം ഞാൻ അതിരാവിലെ ഒരു 5:45 ആവുന്ന സമയത്ത് സ്തോത്രം പുറത്തിറങ്ങുമ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ളതിൻ്റെ പേര് അവിടെ വന്ന് താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ വലിയ ടോറസ്, വലിയ ലോറിക്കകത്ത് പ്രഭാതത്തിൽ കല്ലുകൊണ്ട് പടിഞ്ഞാട്ട് പോകുന്ന കാണാം. ഒരു വലിയ ലോറിയിൽ എൻ്റെ സാറേ ആകപ്പാടെ 2 കല്ലോ 3 കല്ലോ കയറത്തുള്ളൂ. അത്ര വലിയ കല്ല്. സ്തോത്രം. അതെങ്ങനെ ലോറി കയറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. യന്ത്രവൽകൃത കല്ല് 3 കല്ല് കയറ്റിയാൽ ലോറി ഇങ്ങനെ ഒരു ചെറിയ കയറ്റാണെങ്കിൽ പോലും അത്രയ്ക്ക് ഭയങ്കര കല്ല്. ഈ കല്ലെല്ലാം പടിഞ്ഞാട്ട് കൊണ്ടുപോവുക. കടൽ ഭിത്തി കെട്ടാനെന്നാ, ഭിത്തിയൊന്നും കെട്ടുന്നില്ല, കൊണ്ട് ചുമ്മാ ഇറക്കിയിടുക. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ ദൈവം തമ്പുരാൻ ഇത്രയുള്ള പഞ്ചസാര പോലത്തെ മണൽ കൊണ്ടാണ് മണ്ടനായ മനുഷ്യൻ ഇടുത്താ പൊങ്ങാത്ത കല്ല് കൊണ്ടിട്ടു. എന്നിട്ട് വലിയ നേട്ടം ഉണ്ടായോ? സർക്കാർ കേട്ടാ എന്നോട് പിണങ്ങും. കാരണം പക്ഷെ സത്യസത്യമല്ലേ, ഇത്രയും വലിയ കല്ലുകൊണ്ട് അതിര്. എന്നാ പിന്നെ ദൈവം തമ്പുരാൻ അറിയായിരുന്നല്ലോ, ഈ കടലിന്റെ തീരത്ത് ഇത്രയും വലിയ കല്ലം കിട്ടാ പോരായിരുന്നു. പക്ഷെ കല്ലിനോ കോൺക്രീറ്റിനോ ഒന്നും അല്ല ദൈവമക്കളെ കാര്യം, ആ വാക്കിനാ കാര്യം. ഇത്രയുള്ള മണൽത്തരിയാണ് സംഭവം. അതുള്ളെങ്കിലും അതിന്റെ പുറകിൽ കിടക്കുന്നൊരു വാക്കുണ്ട്. ഇവിടെ വെച്ച് പാസ്റ്റർ പറഞ്ഞു തന്നതുപോലെ ആ ഗർവം അടങ്ങണം. ഞാൻ വീണ്ടും ഈ സഭയുടെ വാർഷികത്തെ ചേർത്ത് പിടിച്ചു പറയാം. 50 വർഷങ്ങൾക്കിടയിൽ ഗർവിച്ചു വന്ന എത്രയോ വൻപൻ തിരമാലകളുണ്ട് സാറേ. പക്ഷേ സ്വർഗം കൽപ്പിച്ചു, എന്റെ ദർശനമാണിത്, എന്റെ ഹൃദയമാണിത്, എന്റെ വേലക്കാരാണിത്, എന്റെ മുന്തിരിത്തോട്ടമാണിത്. നിനക്ക് ഇവിടെ വരെ വരാം. ഇവിടെ വെച്ച് ഗർവമടങ്ങണം.
ആ വാക്ക് ഉള്ളിടത്തോളം കാലം സ്തോത്രം ഇതൊക്കെ വരും. അപ്പൊ ചിലരെങ്കിലും യൂട്യൂബിനകത്തിരുന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും, സുനാമി വന്നത് ഇയാൾ അറിഞ്ഞില്ലേ എന്ന്. യൂട്യൂബ് കൊണ്ടുണ്ട്, നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. എന്റെ പൊന്നു സാറേ, അതിനാ പറഞ്ഞത്. കൊള്ളരായ്മ കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഒന്ന് കയറിക്കോളാൻ. അല്ലാതെ എല്ലാ ഞായറാഴ്ച സുനാമി വരുന്നില്ലല്ലോ. അതിന് മുന്നറിയിപ്പായിരുന്നു. ഇന്നും നേരം വെളുക്കുമ്പോൾ നിങ്ങൾ കടൽ തീരത്ത് പോയി നിന്ന് നോക്കിയാൽ അവിടം വരെ വരുവുള്ളൂ. അവിടെ വെച്ച് ഒതുങ്ങുന്നത് കാണാം. എപ്പോഴെങ്കിലും നിങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ എന്നെ ഓർക്കണ്ട, പക്ഷെ ഈ വചനം ഓർക്കണം. എത്ര തിളച്ചു വരുന്ന പ്രശ്നവും നീ രക്ഷിക്കപ്പെട്ട അന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ സ്വത്ര പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ മുദ്രയിട്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനാണ്, എന്റെ മകളാണ്, ഇവിടെ വരെ വരാ. ഏത് പ്രശ്നത്തിനും പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന് സഹിക്ക വയ്യാത്ത ഒരു പരീക്ഷ അവൻ തരികയില്ല, അതോട് കൂടെ പോക്ക് വഴി ഉണ്ടാക്കും. അവിടെ വെച്ച് അതിരുണ്ട്, ആ അതിരിനപ്പുറം കടക്കുകയല്ല. എത്രയോ വിഷയങ്ങൾ അതിര് തകർക്കാൻ വേണ്ടി വന്നു കാണും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആ വാക്ക്, ഞാൻ ഒന്നോടെ പറയാം, വർഷങ്ങൾക്ക് മുമ്പ് നീ കർത്താവിന് വേണ്ടി വേദപുസ്തകവുമായി ഇറങ്ങുമ്പോൾ അന്ന് ദൈവം പറഞ്ഞ വാക്ക്, ആ വാക്കൊരതിരാണ്. അവിടെ വരെ വരുവുള്ളൂ. ഏത് പ്രശ്നങ്ങളും അവിടെ വരെ വരുവുള്ളൂ. ഏത് ദുഃഖങ്ങളും അവിടെ വരെ വരുവുള്ളൂ. ഹല്ലേലൂയ. അവിടെ വെച്ച് മാനസാന്തരപ്പെടേണ്ടത് വെല്ലുവാണെങ്കിൽ അവിടെ വെച്ച് അങ്ങ് ഏറ്റു പറഞ്ഞേക്കണം. ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ അവിടെ വെച്ച് അങ്ങ് തീരും. അവിടെ കിടന്ന് മസിൽ പിടിക്കുമ്പോഴാണ് പിന്നെ കർത്താവ് ഇച്ചിലൂടെ കയറാൻ പറയുള്ളൂ. അവിടെ വെച്ച് ഏറ്റു പറഞ്ഞാൽ, അവിടെ വെച്ച് മനം തിരിഞ്ഞാൽ ഇനി അത് കേറില്ല. ആരോടോ ഉള്ള ദൈവത്തിന്റെ പ്രവചന ദൂത് കൂടി പറയുക, ഇന്ന് രാത്രിക്കാലം കേട്ടോ, സ്വർഗം ഒരു അതിര് വെച്ചിട്ടുണ്ട്, അവിടെ വരെ വരാ, അതിനിപ്പുറത്തേക്ക് കയറാൻ അനുവദിക്കില്ല. പക്ഷേ ഇന്ന് രാത്രി ആർക്കെങ്കിലും എന്റെ ജീവിതത്തിൽ അങ്ങനെ അല്ലല്ലോ നടന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പാറപീഠത്തിൽ മുട്ടുകുത്തി അനുദപിച്ചിട്ട് പറയണം, കർത്താവേ ആ അതിര് പൊളിക്കരുതേ. അവിടെ വെച്ച് നിൽക്കാൻ വേണ്ടി ദൈവം കൽപ്പിക്കണം. ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട്, എനിക്ക് തരുന്ന സമയം തീരുന്നത് കൊണ്ട് ലാസ്റ്റ് വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവസാനത്തെ വാക്ക് സ്തോത്രം 4-ാമത്തെ വാക്യത്തിലെ കാര്യം ഇങ്ങനെയാണ്: വചനം കൊണ്ട് വഹിക്കുന്നവൻ മാത്രമല്ല. അടുത്ത വാചകം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. 4-ാമത്തെ കാര്യം, യേശു ആരാന്നറിയാമോ? യേശു ആരാന്നറിയാമോ? പരിഹാരകനാണ്. പരിഹാരകനാണ്. എബ്രായ ക്രിസ്ത്യാനിയോട് പറയുന്നു, ആരും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഒരു കോംപ്രമൈസിന് ആരും വരുന്നില്ല, അറിഞ്ഞിട്ടും പലരും അറിയാത്തവരെ പോലെ നടക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയം ഇന്ന് രാത്രി ഇതിനിടയിലുണ്ടോ? ഉണ്ടോ? കർത്താവിന്റെ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവസനിൽ ദൈവത്തോട് ചോദിച്ചെടുത്തൊരു ദൈവത്തിന്റെ ദൂതായതുകൊണ്ട് എനിക്ക് സംശയമില്ല. ഞാൻ ഇന്ന് രാത്രി പറയാ, ഇതൊക്കെ അറിഞ്ഞിട്ടും വേണ്ടപ്പെട്ടവർ ഇടപെട്ടില്ലല്ലോ, ഒരു പരിഹാരം ഉണ്ടായില്ലല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ നോക്കിയിരിക്കുന്ന എല്ലാവരിൽ നിന്നും കണ്ണു പറക്കണം. എന്നിട്ട് നിന്റെ രക്ഷകനിലേക്ക് കണ്ണു പതിക്കണം. യേശുക്രിസ്തു പരിഹാരകനാണ്. ലോകത്തിൽ ഏറ്റവും പരിഹാരം വരുത്താൻ കഴിയാതിരുന്നത്, മനുഷ്യർക്ക് കഴിയാതിരുന്നത് പാപത്തിന്റെ പരിഹാരമാണ്. സ്തോത്രം. ബാക്കി എല്ലാ കാര്യത്തിനും ചിലപ്പോൾ ഒരു പരിധി വരെയൊക്കെ മനുഷ്യൻ നോക്കിയാൽ പരിഹാരം വരുത്തിയാക്കാം. സ്തോത്രം. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിൽ പാവപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടു. 2 കുഞ്ഞുങ്ങളുടെ 11 വയസ്സും 13 വയസ്സും പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ കിഡ്നി രണ്ടും ഫെയിലായിരിക്കുന്നു. ആശുപത്രിക്കാർ കുറേ ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തിട്ട് അത് മാറ്റിവെക്കാൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ടുകളെല്ലാം കൊടുത്തിട്ടും ഒരു കുഞ്ഞിന് 70 ലക്ഷം വേണം, മറ്റേ കുഞ്ഞിന് ഏകദേശം 38 ലക്ഷം വേണം. എന്താ കാരണം അത്രയും മാറ്റുന്നതെന്ന് പറയാൻ എനിക്കറിയില്ല, അവിടെ പറഞ്ഞതാണ്. 1,20,00,000 രൂപയുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളുടെ കിഡ്നി, പാവപ്പെട്ട കൂലിവേലക്കാരുടെ മക്കൾ 2 വീട്ടിൽ പറഞ്ഞതാ. ആ പഞ്ചായത്തും അവിടുത്തെ സഭകളും കൂടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷാധികാരിയാക്കിക്കൊണ്ട് അവിടുത്തെ 1-2 സഭാ നേതാക്കന്മാരെ കൂട്ടുപ്രവർത്തകരാക്കിക്കൊണ്ട് ഒരു അച്ചടിച്ചൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും ചെന്ന് കണ്ടു. ചില ആഴ്ച കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു.
₹1,30,00,000 ഒരു വീട്ടുകാരനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയല്ല. പക്ഷെ ചിലർ നോക്കിയാൽ പരിഹരിക്കാം. പക്ഷെ പാപത്തിന് പരിഹാരം വരുത്താൻ പഞ്ചായത്ത് മുഴുവൻ നോക്കിയാൽ പറ്റിയല്ല. ലോകത്തിലെ സകല ഗവൺമെന്റുകളും നോക്കിയാൽ പറ്റിയല്ല. ഏറ്റവും പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വഴിപാട് കൊണ്ടോ നേർച്ച കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്തതായിരുന്നു പാപം. പക്ഷെ യേശുക്രിസ്തു പാപം പരിഹരിച്ച് ഹീറോ ആയി. ആ കർത്താവിനെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ആമുഖത്തിന് എഴുതാൻ കാരണം എബ്രായ ക്രിസ്ത്യാനോട് ചോദിക്കണം, നിന്റെ പാപം എന്താ സാധനം എന്നറിയാമോ? അത് നിന്നിൽ വാണിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുപോയി നരകത്തിലിട്ടേണേ. അതിനെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം പരിഹരിക്കാനാണോ നിന്റെ കർത്താവിന് പാട്? ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയത്തെ പരിഹരിക്കാൻ ഒരു മനുഷ്യനിൽ ആശ്രയിക്കരുത്, ഒരുത്തന്റെ കാല് പിടിക്കരുത്. നിന്റെ കർത്താവ് ഒരു പരിഹാരകനാണ്. ഒരു കാര്യം ഞാൻ സമർത്ഥമായി പറഞ്ഞ് ബൈബിൾ അടയ്ക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ 2 ശക്തികളുണ്ട്. ഒന്ന് പ്രോബ്ലം മേക്കേഴ്സ് ആണ്. പിശാചാണ് അതിന്റെ തലവൻ. പ്രോബ്ലം മേക്കേഴ്സ്, പ്രശ്നം ഉണ്ടാക്കുന്നവർ. സ്തോത്രം, ഒത്തിരി ഉണ്ട്. ചുമ്മാ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നന്നായി പോകുന്നതിനും ഒരു കൂട്ടായ്മ വളരുമ്പോഴും ആരെങ്കിലും നന്നായി ജീവിച്ചാലൊക്കെ അസൂയ കയറി സ്തോത്രം അങ്ങ് പ്രോബ്ലം മേക്കേഴ്സ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു ഓരോരുത്തർ. എന്നാ ചെയ്യാൻ? സ്തോത്രം, ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, എത്ര പ്രോബ്ലം മേക്കേഴ്സ് ഉണ്ടെങ്കിലും ഒരു പ്രോബ്ലം സോൾവർ ഉണ്ട്. അവനുള്ളിടത്തോളം കാലം എത്ര പ്രശ്നമുണ്ടായാലും പരിഹരിക്കപ്പെട്ടിരിക്കും. അവൻ പരിഹാരകനാണ്. ഇന്ന് രാത്രികാലം ഞാൻ അവസാന വാക്ക് പറയാൻ തുടങ്ങുക. ഈ രാത്രി അന്യായമായിരിക്കുന്ന വേദനയിലൂടെ എൻ്റെ വിഷയത്തിന് പരിഹാരമില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പരിഹാരമില്ല, ഇനി സഭ മാറണോ, ഇനി എന്തിലേക്ക് പോകണമെന്നൊക്കെ ആശങ്കപ്പെട്ട് അകത്ത് പാരത്തോടിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ പിടിച്ചു നിർത്താനാണ് ഈ സഭയുടെ വിലപ്പെട്ട ദിവസങ്ങളിൽ ഒന്നിൽ സ്വർഗസ്ഥനായ ദൈവം ഈ വാക്ക് പറയുന്നത്. ഞാൻ പറയാം, പരിഹാരമുണ്ട്. പരിഹാരകനുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. മാറത്തിൽ എന്ന് പറഞ്ഞ വ്യാധികളും തീരത്തിൽ എന്ന് പറഞ്ഞ വിഷമങ്ങളെല്ലാം മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. പരിഹാരം ഉണ്ടാവാക്കുന്നവനാണ് കർത്താവായ യേശു. സ്തോത്രം. പാപം പരിഹരിക്കപ്പെട്ടാൽ നിന്റെ ജീവിതം ധന്യമായി. ബാക്കിയെല്ലാം പരിഹരിക്കണം, പാപം മാത്രം അവിടെ കിടക്കട്ടെ എന്ന് രാത്രി ആരും ചിന്തിക്കരുത്. ഈ ഹോള് വിട്ടു പോകുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യ പാപമെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി അതിനെ നിർവീര്യമാക്കി തരണം. ഞാനതിന് തയ്യാറാണ്. സ്തോത്രം എന്ന് മനസ്സോടെ പറയണം. എന്തിനാ നമ്മൾ വിജയത്തിലേക്ക് വരികയുള്ളൂ. ഞാൻ ഒരു വാക്യോട് എഴുതി കൊടുത്തിരുന്നു. യെശയ്യാപ്രവചനം 6:7 വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്നൊരു സാറാഫിന്റെ കയ്യിൽ ദൈവം ഒരു തീക്കനൽ കൊടുത്തു വിട്ടിട്ട് ആ തീക്കനൽ യെശയ്യാവിന്റെ അധരത്തിൽ തൊടിവിച്ചപ്പോൾ അവിടെ പച്ചക്ക് എഴുതിയിരിക്കുന്നു, അവന്റെ പാപത്തിന് പരിഹാരം വന്നു. അപ്പോ യെശയ്യാ പ്രവാചകൻ എന്ന് പേരിൽ പറഞ്ഞ പ്രവാചകൻ 5 അധ്യായങ്ങളിൽ നിന്നവൻ, അവനിൽ പാപം ഉണ്ടായിരുന്നോ? ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, 5-ാം അധ്യായത്തിൽ, അല്ലാതെ രക്ഷിക്കപ്പെടുന്നൊക്കെ മുമ്പുള്ള കാര്യമല്ല പറയുന്നത്. പ്രവാചകനായി രംഗത്ത് വന്നിട്ടും എവിടെയോ മറഞ്ഞു കിടന്ന പാപം ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. ആ പാപം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കേണ്ട പ്രവാചകനാണവൻ. അല്ലാതെ മുഴയുണ്ടോ നീരുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ദൂത് പറയേണ്ട പ്രവാചകനല്ല. വരുവാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പ്രവചിക്കേണ്ടതാണ്. അങ്ങനെ പ്രവചിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ തരി പോലും പാപം ശുദ്ധീകരിക്കപ്പെടണം. അത്രയും സംഭവിച്ചാൽ ഒരടുത്ത ലെവൽ ആരംഭിക്കുക, അടുത്ത മൂവ്മെന്റ് ആരംഭിക്കുക. എന്നെക്കാൾ ശക്തനായി പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർ നാളെയുണ്ട്, അടുത്ത ദിവസങ്ങളിലുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് രാത്രികാലം ചില കാര്യങ്ങൾ സ്വർഗ്ഗം ഇവിടെ പരിഹരിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് കണ്ണുനീര് തോരാത്തത്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും സമാധാനം വരാത്തത്,
പലരും നന്നായി പോകുന്ന കണ്ടിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് എനിക്ക് മാത്രം എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ചോദ്യമായിരിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുക, ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുക, ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് വാതിൽ തുറന്ന് ആരും പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോകുന്നതിൻ്റെ അവഗണനയുടെ സിമ്പലാണ്. അത് ഇതിനകത്ത് പാടില്ല. ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ചിലരെ ആത്മഭാരത്തോടെ കണ്ടുകൊണ്ട് പറയുന്നു, യെശയ്യാവിനെ പോലെ നിനക്കൊരടുത്ത തലമുണ്ട്. നീ ജനിച്ചത് രാജകീയ പ്രൗഢിയിലായിരിക്കാം. നിന്നെ വിളിച്ച ദൈവം നിന്റെ ഓർമ്മ വെച്ച കാലത്ത് നിന്നിൽ കൃപ തന്നു കാണും. ഈ അനുഗ്രഹീത സമൂഹത്തിൻ്റെ ഭാഗമായി നീ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അതിലേക്ക് നീങ്ങാൻ എവിടെയെങ്കിലും ഒരു തീയുടെ സ്പർശനം ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രി അതിവിടെ സംഭവിക്കും. അന്ന് ദൈവം അതാണ് ഉപയോഗിക്കും. ഇന്ന് യേശുവിൻ്റെ രക്തം സകല പാപത്തിനും പരിഹാരമാണ്. ഈ അനുഗ്രഹീത യോഗത്തിൽ ഓൺലൈനിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടൊന്നും ഗതി പിടിക്കാതെ പോകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാക്ക് പറയാം. ദൈവത്തോടെ കൈ നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറയണം, പരാജയങ്ങളെ ജയമാക്കി മാറ്റുന്നവനാണ് ദൈവം. ഞാൻ പറഞ്ഞവൻ തേജസ്സിന്റെ പ്രഭയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, സകലത്തെയും വഹിക്കുന്നവനാണ്, അവൻ പരിഹാരകനാണ്. 74 കാര്യങ്ങളിൽ 4 ഞാൻ പറഞ്ഞു, ബാക്കി 70 നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ രാത്രി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഈ 4 കാര്യവും ഇതിനകത്തേക്ക് ശക്തമായിട്ട് ഇറങ്ങണം. ഒന്ന്, നിന്നെ ശരിക്കും ശോഭിപ്പിക്കണം. ആ പ്രഭ നിന്റെ മേൽ തട്ടണം. ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളടക്കം +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കോ മറ്റ് ലെവലിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് പറയാം, ഈ പ്രഭ നിന്റെ മേൽ ഉദിച്ചിട്ടേ പോകാവൂ. നിന്നെ ശോഭിപ്പിക്കണം. ബിസിനസ് ചെയ്യുന്നയാളോ ശുശ്രൂഷ ചെയ്യുന്നയാളോ എന്തിനേറെ പറയുന്നു, നിങ്ങളൊരു അപ്പൻ എന്ന പദവിയിൽ ശോഭിക്കണോ? യേശു നിന്റെ മേൽ ഉദിക്കട്ടെ. അമ്മ എന്ന പദവിയിൽ, ഭാര്യ എന്ന പദവിയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ ആഗ്രഹമുണ്ടോ? ഈ രാത്രി പ്രാർത്ഥിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്ക്. എനിക്ക് കുറച്ചുകൂടെ ശോഭിക്കണം. വയസ്സത്രയും ആകട്ടെ, തലമുടി നരച്ചോന്ന് ദൈവം നോക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എനിക്ക് വേണ്ടുമെന്ന് ശോഭിക്കാൻ പറ്റിയില്ല. പോരായ്മകൾ വന്നു, വീഴ്ചകൾ വന്നു, സ്വയം നീതീകരിക്കുന്നില്ല ഞാൻ. എനിക്ക് കുറവുകൾ തീർത്ത് ശോഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രികാലം നെഞ്ചത്തേക്ക് കൈ ചേർത്ത് വെക്കുക. എന്നിട്ട് പറ, താങ്ങാനാവാത്ത ഭാരം എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. ഇത് വഹിക്കാൻ എൻ്റെ വീട്ടുകാരും തയ്യാറല്ല. എൻ്റെ അപ്പൻ ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. ഞാൻ ഒരർത്ഥത്തിൽ ഒറ്റപ്പെട്ടു. എനിക്ക് തന്നെ വഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നെൻ്റെ യേശുവിനെ കുറിച്ച് കേട്ടു. അങ്ങാണ് ഈ സകലത്തെയും വഹിക്കുന്നതെന്ന്. എന്നെ കൂടി വഹിക്കണമെന്ന് കണ്ണടച്ചെല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു നിൽക്കുക. ലാസ്റ്റ് പോയിന്റ്, എന്തൊക്കെയോ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട്. സാത്താനിഷ്ടം നിന്റെ വീട്ടിലെ വിഷയം പരിഹരിക്കപ്പെടരുത്. നിന്റെ സഭയിലെ ചില വിഷയങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടരുത്. അതാണ് അവന് ലാഭം. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ ചിലത് പരിഹരിക്കാൻ തുടങ്ങുകയാണ്. പരിഹാരമുണ്ട്, അത് സംഭവിക്കും. ഇനി നിങ്ങൾ ഒരു 5 സെക്കൻഡെങ്കിലും ചുമ്മാ കേൾവിക്കാരാകാതെ, ഏതെങ്കിലും വിഷയത്തിന് പരിഹാരം വരണം. എനിക്ക് സ്വർഗത്തിൽ പോകണം, നിത്യത നഷ്ടപ്പെടരുത്. ഇതൊക്കെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു വിടുക. പരിഹാരകൻ നിന്റെ അടുക്ക നിൽക്കുന്നുണ്ട്. സകലത്തെയും വഹിക്കുന്നവൻ നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ നിന്റെ ഒരു വാക്ക് മതി, അടുത്ത് നിൽക്കുന്നുണ്ട്. നിന്നെ ശോഭിപ്പിക്കാൻ, ഇനിയും ശോഭിപ്പിക്കാൻ അവൻ നിന്റെ മേൽ ഉദിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി തിടുക്കത്തോടെയാണെങ്കിലും എൻ്റെ യേശുവിനെ ഇവിടെ പറയാൻ അവസരം കിട്ടിയത് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് 50 വർഷങ്ങൾ പിന്നിടുന്ന ഈ സഭ ഈ ദൂതിൻ പ്രകാരം അങ്ങയുടെ പ്രഭയാൽ തിളങ്ങട്ടെ കർത്താവേ. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും വെടക്ക് കണ്ണുകൊണ്ട് പോരായ്മകൾ മാത്രം നോക്കി കണ്ടിട്ട് അതിനെ പ്രചരിപ്പിച്ച ശക്തികളുടെ നടുവിൽ
എൻ്റെ കർത്താവ് ഇവരെ ശോഭിപ്പിച്ചു എന്ന് പറയിപ്പിക്കണം. അതിനിവരെ താങ്ങണം, ബലപ്പെടുത്തണം, ചില കാര്യങ്ങൾ പരിഹരിക്കണം. അങ്ങിവിടെ ഉണ്ടല്ലോ, കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്തൃദാസന്മാരെയൊക്കെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.